പാലക്കാട് ജില്ലയിൽ വള്ളുവനാട് പൂരം വേലകൂടെ അനുബന്ധിച്ച് തിരുവരങ്കത്ത് പാണനാർ നടത്തി വരുന്നതാണ് വിളംബരം. ആ വിളംബരത്തിന് ഞങ്ങൾ ഓരോ വീടുകൾ കയറി പാട്ടുപാടി ഉണർത്തും. ഈ കാവിലെ വിളംബരം ചെയ്യുക പൂരമാണ്. പൂരത്തോടും വേലോടും അനുബന്ധിച്ച് ചെയ്യുന്നതാണ് തിരുവരങ്കത്ത് പാണനാർ നായാടിപ്പാട്ട്. വള്ളുവനാട്ടിലെ വേലപൂരങ്ങളോടനുബന്ധിച്ചിട്ട് പാണൻ സമുദായക്കാർ വീടുകൾ തോറും കയറി ഇറങ്ങി നടത്തി വരാറുള്ള ഒരു ആചാര അനുഷ്ഠാനം വേല വിളംബര കലാരൂപമാണ് നായാടിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേല വിളംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാവുകളിൽ പൂരായി എന്ന് അറിയിക്കാൻ വരുന്ന വീടുകളിലേക്ക് വരുന്നവരാണ് നായാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ നായാടി എന്ന് പറയുന്നത് ശിവസ്വരൂപമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ഉമ്മറത്ത് എത്തുമ്പോൾ നമ്മൾ ശിവന്റെ പേര് പറഞ്ഞിട്ടാണ്, പടിപ്പുരയുടെ മുന്നിൽ തന്നെ ശിവന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ എത്തിയിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറിച്ചില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ട് പുരുഷന്മാരാണ് കൂടുതലായിട്ട് നായടിക്കളി കെട്ടിയാടാറുള്ളത്. കൂടുതലായിട്ടും പുരുഷന്മാരാണ്, സ്ത്രീകൾ അങ്ങനെ കണ്ടുവരുന്നില്ല. തുടിയാണ് പ്രധാന വാദ്യം. അലഗ്, തുടി അലഗ്. അലഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയ മുളവടീനെയാണ് അലഗ് എന്ന് പറയുക. തുടിയും മുളവടിയും മാത്രമാണ് നായടിക്കളിയുടെ വാദ്യങ്ങളായിട്ട് വരുന്നത്. ചില നായടികളുടെ വേഷങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. വേഷങ്ങളിലും പാട്ടുകളിലും ഓരോ നാട്ടിലും. ഇപ്പോൾ എൻ്റെ വല്യച്ഛന്മാരുള്ള ഓരോ നാട്, അതായത് ചെനക്കത്തൂരൊക്കെ പാട്ടിന് വ്യത്യാസം വരുന്നുണ്ട്, ആര്യങ്കാവിൽ പാട്ടിന് വ്യത്യാസം വരുന്നുണ്ട്, മുതുകുരിശിക്കാവിൽ പാട്ടിന് വ്യത്യാസം വരുന്നുണ്ട്. ഒക്കെ നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാവും, പക്ഷെ പാട്ടിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം വരും. പിന്നെ പാട്ടിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പൂജയ്ക്ക് പോകുന്ന കാര്യങ്ങളും പിന്നെ ആ അമ്മയ്ക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ള അമ്മയെ വർണ്ണിച്ച്, അതായത് ആ കാവിലെ ഭഗവതീനെ വർണ്ണിച്ചിട്ടാണ് പാട്ടിൽ മുഴുവനായിട്ട് വരുന്നത്. പിന്നെ നായടിക്കളിയിൽ 3 ഭാഗങ്ങളാണുള്ളത്. അതായത് ഞാൻ പറഞ്ഞു ശിവന്റെ തോറ്റം പാടിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുക. അത് കഴിഞ്ഞിട്ടാണ് നായടിക്കളിപ്പാട്ടുള്ളത്. നായടിക്കളിപ്പാട്ടിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ദേവീനെ സ്തുതിച്ച് പാടുന്നതൊക്കെ നായടിക്കളിപ്പാട്ടിലാണ്. നായടിക്കളിപ്പാട്ടിൽ നമ്മൾ ദേവീനൊക്കെ സ്തുതിച്ച് പാടിക്കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടൊരു ഉപജീവന മാർഗ്ഗമാണ്. പണ്ട് കാലത്ത് വഴിപാട് എന്നതിലുപരിയായിട്ട് അത് ജീവിക്കാനുള്ളൊരു മാർഗം കൂടിയാണ് ഈ നായടിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അന്നത്തിനുള്ള വക കിട്ടണം. അരി ആവാം, അല്ലെങ്കിൽ വസ്ത്രമാവാം, എന്തെങ്കിലും. അപ്പോൾ അവര് ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ശിവസ്വരൂപമാണ്. ശിവൻ ഒരു വീട്ടിൽ കയറിയിട്ട് ഒരിക്കലും പൈസ തായോ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ നമുക്ക് സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് നായടികൾ പാടുന്ന പാട്ടാണ് സമ്മാനപ്പാട്ട്. ഈ സമ്മാനപ്പാട്ടിൽ പ്രധാനമായിട്ട് വരുന്നത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പൊറാട്ട് നാടകത്തിലെ തമാശപ്പാട്ടുകൾ, അത് പാണൻ സമുദായത്തിൻ്റെ തന്നെയാണല്ലോ. പൊറാട്ട് നാടകത്തിൻ്റെ പാട്ടുകൾ ഇവർ പാടാറുണ്ട്. അതേപോലെ തന്നെ അവർക്കുണ്ടാവുന്ന അനുഭവങ്ങൾ പാട്ടാക്കിയിട്ട് അവർ പാടാറുണ്ട്. പിന്നെ പ്രധാനമായിട്ട് മഹാഭാരതം, രാമായണം ഇതൊക്കെ പാടി വരുന്നുണ്ട് സമ്മാനപ്പാട്ടിൽ. അതാണ് പ്രധാനമായിട്ട് മഹാഭാരതവും രാമായണവും സമ്മാനപ്പാട്ടായിട്ട് പാടി വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രങ്ങൾ, അതായത് പാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് തന്നെ അറിയാം ചരിത്രങ്ങൾ പാടി നടക്കുന്ന ആൾക്കാരാണ്. പാട്ട് പാടുന്നവനാണല്ലോ പാണൻ. അതിൻ്റെ മീനിങ് അങ്ങനെയാണ് പാണൻ എന്ന വീടിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചരിത്രങ്ങളാണ് കൂടുതലായിട്ട്, ചരിത്രവും മഹാഭാരതം രാമായണം ഇതൊക്കെ സമ്മാനപ്പാട്ടിൽ പാടി വരുന്നുണ്ട്. 3ാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെറുതെ സമ്മാനം മേടിച്ചിട്ട് പോന്നാൽ പോരാ. അപ്പം നമുക്ക് ആ വീടിൻ്റെ ദോഷം മാറാൻ നായടികൾ വിളിക്കുന്നതാണ് നായാട്ടുവിളി. അത് ഭയങ്കര ഇപ്പോൾ കണ്ടുവരുന്നില്ല. ഇപ്പോൾ ഓൾറെഡി നായടികളൊക്കെ കുറഞ്ഞു വന്നു പാലക്കാട്. ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ നായാട്ടുവിളി അങ്ങനെ കുറഞ്ഞു. എൻ്റെ അച്ഛനൊക്കെ നായാട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അച്ഛനെന്ന അച്ചാച്ചൻ തന്നെ എനിക്കത് പകർന്നു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നായാട്ടുവിളിയിൽ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടയ്ക്ക് പോകുന്ന ഭാഗങ്ങളാണ്. അത് പ്രത്യേക ഒരു ശബ്ദത്തിലാണ് നായാട്ടുവിളി വിളിക്കുക. അത് പ്രധാനമായിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീടിൻ്റെ ദോഷം മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ദോഷം മാറിയിട്ട് അപ്പോഴും നമുക്ക് ഒരു സമ്മാനമായിട്ട് അവരെന്ത് തരും, സമ്മാനം തരും. ഇപ്പോൾ തുണിയാവാം, അരിയാവാം. ഇപ്പോഴാണ് പൈസ ഒക്കെ തരാൻ തുടങ്ങിയത്. അപ്പം അത് വാങ്ങിയിട്ടാണ്, ദോഷം മാറ്റിയിട്ടാണ് നമ്മൾ വരിക. അപ്പം 3 ഭാഗങ്ങളാണുള്ളത് നായടിക്കളിയിൽ. നായടിപ്പാട്ട്, സമ്മാനപ്പാട്ട്, നായാട്ടുവിളി. അപ്പം നമ്മൾ 3ഉം പാടാം.